ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മലായ് ചിക്കൻ ബിരിയാണി. ഇതൊരു നോർത്ത് ഇന്ത്യൻ റൈസാണ്. അപ്പോൾ അതെങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാനത് കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബിരിയാണി ചെമ്പ് തന്നെയാണിത്, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 to 3 ടേബിൾ സ്പൂണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 3 വലിയ ഉള്ളി, ഒരു മീഡിയം സൈസുള്ള ഉള്ളി തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്യണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരേക്കും നമ്മളിത് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ്സ് എടുക്കുമ്പോഴേക്ക് തന്നെ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക്കും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും കൂടി ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളർ ബ്രൗൺ ആയി കഴിഞ്ഞാൽ മാത്രമേ ജിഞ്ചർ ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനിടയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഏകദേശം 1.25 കിലോ ചിക്കൻ ഉണ്ടാകും. അത് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വെച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണിത്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മസാല പൗഡറാണ്, മലായ് ചിക്കൻ ബിരിയാണീൻ്റെ മസാല പൗഡറാണ്. അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റിഷ് കളറായി വരുന്നവരെയും ജസ്റ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞത്, ഈ ഷാൻ്റെ മലായ് ചിക്കൻ ബിരിയാണി മസാല മിക്സാണ്. ഇതിൽ ഓൾറെഡി സോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുന്ന നേരം ശ്രദ്ധിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ എന്നുള്ളതൊക്കെ നല്ല വിശദീകരിച്ചിട്ട് തന്നെ ഈ ബോക്സിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കാനില്ല. ഈ ഒരു പൗഡർ വാങ്ങിച്ച് കഴിഞ്ഞാൽ തന്നെയും ഇതിലെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളതും എത്ര സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 4 ഭാഷയിൽ കൂടാതെ ഇംഗ്ലീഷിലും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 60 ഗ്രാം ആയിട്ട് വരും. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ്റെ പിങ്കിഷ് കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 ചിക്കൻ എടുക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒരു പാക്കറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിലൊരു 1/4 ഭാഗം ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി 3/4 ഭാഗത്തോളം ഞാൻ ഈ പാക്കറ്റിൽ നിന്ന് ഈ ഒരു മലായ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബിരിയാണീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. തക്കാളി ആഡ് ചെയ്യാതെ തക്കാളിക്ക് പകരമായിട്ട് നമ്മൾ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ എൻ്റെ മലായ് ചിക്കൻ കറി തയ്യാറാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തിനാലും പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം ജസ്റ്റ് ഒന്ന് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തക്കാളിക്ക് പകരം ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കേടാണ്. ഇവിടെ 1 കപ്പ് കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
1 കപ്പ് കേട് ആഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈരൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ ചിക്കനിലേക്കും എല്ലാത്തിലും ഒന്ന് പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ എന്നുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് അധികം വെള്ളം ആഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചിക്കനൊന്ന് വേവാനായിട്ട് നമ്മൾ പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ബസ്മതി റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ ചെയ്യുന്ന പോലെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ റൈസൊക്കെ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതുപോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബസ്മതി റൈസ് ആഡ് ചെയ്തതിന് മുന്നേ ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൈസ് നല്ല എന്താ പറയുക, നല്ല പരുവായിട്ട് നമുക്ക് കിട്ടും. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മളെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്, അതൊന്ന് വറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു, കാരണം ഇതിൽ നിന്ന് ഓൾറെഡി വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് വെക്കാം. അപ്പോഴേക്കും നമ്മളുടെ റൈസ് ഇവിടെ ഒരു 80% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ അധികം ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, കാരണം മസാലയിൽ ഓൾറെഡി നമ്മൾ സോൾട്ട് ആഡ് ചെയ്യും, അതുപോലെ തന്നെ മലായി ചിക്കൻ മസാല മിക്സ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൈസ് അവിടെ ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ദമ്മിടുന്ന പോലെ ഇതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലേൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് ദമ്മാവാനായിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ വിളമ്പാൻ പോകുന്നേരം മാത്രം നമ്മൾ ഒന്ന് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൈസും മസാലയും കൂടിയും ഒരുമിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ മസാലേൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ദമ്മായതിന് ശേഷം നമ്മൾ വിളമ്പാൻ നേരം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് റൈസും ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മലായി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ ദമ്മാവാൻ വേണ്ടിയിട്ടൊരു 15 മിനിറ്റ്സ് അടച്ചു വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പൗഡർ വെച്ചിട്ട് മലായി പൗഡർ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.